എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോണിലേക്ക് ഒരുപാട് പരസ്യങ്ങളാണ് ദിവസേന വന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഈ പരസ്യങ്ങളൊക്കെ വളരെയധികം ശല്യമാകാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരസ്യങ്ങളെല്ലാം ഫോണിൽ വരുന്ന പരസ്യങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുകയെങ്കിലും ഈ പരസ്യങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയധികം പരസ്യങ്ങൾ കാണുന്നത്, ഇവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള വിശദമായ കാര്യങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയുടെ ആമുഖം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെല്ലാം പല ടോപ്പിക്കുകളായിട്ട് തിരിച്ചാണ് നമ്മുടെ ഫോണിലേക്ക് വന്ന് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിലെ പരസ്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ മുകളിലായിട്ട് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കൂടാതെ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഓൺ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിലുള്ള ക്രോം ബ്രൗസർ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മെനു ബാർ വരുന്നതാണ്. ആ മെനു ബാറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന അടുത്ത വിൻഡോയിൽ ഇതുപോലെ ഈ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഈ ഒരു സ്ക്രീനിൽ ഒരുപാട് ഓപ്ഷനുകൾ താഴേക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ കൂട്ടത്തിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വിൻഡോയിലേക്ക് പോകുന്നതാണ്. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ താഴേക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയുള്ള എല്ലാ ഓപ്ഷനുകളും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളുടെ എല്ലാം ഇടയിലായിട്ട് നമ്മൾ ആർട്സ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന ആർട്സ് പ്രൈവസി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വരുന്ന അടുത്ത വിൻഡോയിൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ് ടോപ്പിക്സ്, രണ്ടാമത്തത് സൈറ്റ് സജസ്റ്റഡ് ആർട്സ്, മൂന്നാമത്തത് ആർട്സ് മെഷർമെൻറ്റ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആഡ് ടോപ്പിക് എന്നുള്ള ആദ്യത്തെ ഓപ്ഷനാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അടുത്ത ഒരു വിൻഡോയിലേക്ക് നമ്മൾ പോകുന്നതാണ്. ഇവിടെ നമ്മൾ ആഡ് ടോപ്പിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിട്ട് കിടക്കുകയായിരിക്കും. നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മളിവിടെ ആക്ടിവേറ്റ് ആക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഡിസേബിൾ ആയി കിടക്കുന്ന ആഡ് ടോപ്പിക് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ഇവിടെ ആക്ടിവേറ്റ് ആക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കുകയാണ്. ആ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കുന്നതോടുകൂടി താഴേക്ക് വേറെ കുറേ ഓപ്ഷനുകളും ആക്ടിവേറ്റ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷനുകളെല്ലാം ഡിസേബിൾ ആയി കിടന്നുകൊണ്ടാണ് നമ്മുടെ ഫോണിലേക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളെല്ലാം കയറി വരുന്നത്. ഇവിടെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ പല ടോപ്പിക്കുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം നമ്മളിവിടെ പല ടോപ്പിക്കുകളിലുള്ള പരസ്യങ്ങളെ ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ഇനി നമ്മൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു വിൻഡോയിൽ തന്നെ താഴോട്ട് മാറി 2 ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ടോപ്പിക് എന്നുള്ളതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് മാനേജ് ടോപ്പിക്സ് എന്നുള്ളതാണ്. ഇതിൽ താഴെ കാണുന്ന മാനേജ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ എല്ലാ ടോപ്പിക്കിലുമുള്ള പരസ്യങ്ങൾ നമ്മളവിടെ ഓപ്പൺ ചെയ്ത് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അവിടെ കാണുന്ന എല്ലാ പരസ്യങ്ങളും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നമ്മുടെ ഫോണിലേക്ക് വരുന്നതാണ്. അതാണ് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമുക്ക് മാനേജ് ടോപ്പിക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ മാനേജ് ടോപ്പിക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് എല്ലാത്തരം ടോപ്പിക്കിലും പെട്ട പരസ്യങ്ങൾ ഇവിടെ ആക്ടിവേറ്റ് ആയി കിടക്കുകയാണ്. ഈ പരസ്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫോണിലേക്ക് യാതൊരു തടസ്സവുമില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് കാണണമെന്ന് തോന്നുന്ന പരസ്യങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്കിവിടെ ഡിസേബിൾ ചെയ്തിടേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിൽ നിന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നേരെ മുകൾ ഭാഗത്തായിട്ട് മറ്റൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത് നമ്മൾ നേരത്തെ കണ്ട ഒരു ഓപ്ഷനാണ്. ബ്ലോക്ക് ടോപ്പിക് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ഒന്ന് നോക്കാം. ബ്ലോക്ക്ഡ് ടോപ്പിക് എന്നുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു വിൻഡോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടോപ്പിക്കിലും പെട്ട പരസ്യങ്ങൾ ഇവിടെ ബ്ലോക്ക് ആയിട്ട് വന്ന് കിടപ്പില്ല. അപ്പോൾ നമ്മൾ മാനേജ് ടോപ്പിക് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ആക്ടിവേറ്റ് ആയി കിടക്കുന്ന എല്ലാ പരസ്യങ്ങളും ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വന്ന് കിടക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഓരോ ടോപ്പിക്കിലും പെട്ട പരസ്യങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മാനേജ് ടോപ്പിക് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ മാനേജ് ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് നമുക്കിവിടെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽപ്പെട്ട ഒരു പരസ്യം നമുക്കിവിടെ ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതിനായിട്ട് മാനേജ് ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ആദ്യത്തെ ടോപ്പിക്കിൽപ്പെട്ട ആർട്സ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഈ ഒരു ടോപ്പിക്കിൽപ്പെട്ട പരസ്യം ഞാനിവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ പുറകോട്ട് വന്നിട്ട് ബ്ലോക്ക്ഡ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് മാനേജ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷനിൽ വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിരിക്കുന്ന ടോപ്പിക്കിൽപ്പെട്ട ആ പരസ്യം നമ്മൾ ഈ ഒരു വിൻഡോയിൽ
ബ്ലോക്ക്ഡ് ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്ന് ബ്ലോക്കായിട്ട് വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഓരോരോ ടോപ്പിക്കിൽപ്പെട്ട പരസ്യങ്ങൾ നമുക്ക് ഇതുപോലെ മാനേജ് ടോപ്പിക്സിൽ വെച്ച് നമ്മൾ ഡിസേബിൾ ചെയ്ത് നമുക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി ഈ ഒരു ലിസ്റ്റിൽ ബ്ലോക്കായിട്ട് വന്ന് കിടക്കുന്ന ഏതൊരു ടോപ്പിക്കിൽപ്പെട്ട പരസ്യവും പരസ്യമായിട്ട് നമ്മുടെ ഫോണിൽ ശല്യമായിട്ട് വരികയില്ല. ഇനി നമുക്ക് ഒരു പരസ്യം കൂടെ ഈ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് കൊണ്ടിടാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജ് ടോപ്പിക്സ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് പ്രവേശിക്കുക. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിൽപ്പെട്ട പരസ്യം സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ അടുത്ത ടോപ്പിക്കിൽപ്പെട്ട പരസ്യമായ ബ്യൂട്ടി ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള ടോപ്പിക്കിൽപ്പെട്ട ആ ഒരു പരസ്യമാണ് ഞാനിവിടെ ഡിസേബിൾ ചെയ്യുന്നത്. ഞാൻ ആ പരസ്യം ഇവിടെ ബ്ലോക്ക് ചെയ്തു. ഇനി നമുക്കത് ബ്ലോക്ക്ഡ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷൻ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ഓരോ ടോപ്പിക്കിലും പെട്ട പരസ്യങ്ങളെ നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് ഈ ബ്ലോക്ക്ഡ് ടോപ്പിക്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കൊണ്ടുവന്നിടാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ടോപ്പിക്സിലും കൂടെ പെട്ട പരസ്യം നമുക്ക് ബ്ലോക്ക് ചെയ്ത് ഇവിടെ കൊണ്ടിടാവുന്നതാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് മാനേജ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. ഏതെങ്കിലും ഒരു ടോപ്പിക്സിൽപ്പെട്ട പരസ്യം നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഞാനിവിടെ ബുക്സ് ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിൽപ്പെട്ട പരസ്യം ഞാനിവിടെ ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലോക്ക്ഡ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷൻ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ പുറകോട്ട് വരിക, ബ്ലോക്ക്ഡ് ടോപ്പിക്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. മാനേജ് ടോപ്പിക്സിൽ നിന്നും ഡിസേബിൾ ആക്കിയ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആ പരസ്യം നമുക്ക് ബ്ലോക്ക്ഡ് ടോപ്പിക്സിൽ വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് പരസ്യമായിട്ട് വരുന്ന എല്ലാ ടോപ്പിക്കിലും പെട്ട പരസ്യങ്ങളെ നമുക്കിതുപോലെ ഡിസേബിൾ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതോടുകൂടി നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങളെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്തു നോക്കുക. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പരസ്യങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ പരസ്യങ്ങളെയും നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.